ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർസ് 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഗ്നിസിനെയും ഹ്യൂണ്ടായി ഗ്രാൻഡായിട്ട് നിയോസിനെയും ഒക്കെ വെല്ലുവിളിക്കാൻ വേണ്ടി ടാറ്റ ഇറക്കിയ ഒരു കുഞ്ഞൻ SUV പഞ്ചുമായിട്ടാണ്. 6.13 ലക്ഷം മുതൽ 10.20 ലക്ഷം വരെ എക്സ്ഷോറൂം വില വരുന്ന പഞ്ചിന് 26 വേരിയൻറ്റുകളാണുള്ളത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വണ്ടിയായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു വണ്ടി തന്നെയാണ് പഞ്ച്. അപ്പോൾ നമുക്ക് പഞ്ചിൻ്റെ ട്രെയിലർ കണ്ടതിന് ശേഷം തിരിച്ച് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് കാർസ് 360 എന്ന ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും ഓൾ ആക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരികയുള്ളൂ. അപ്പോൾ പഞ്ചിൻ്റെ ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് കടക്കാം. Why should the road tell me where to go? Why should anything come between me and the stars? Why should impossible stop me? Why shouldn't I make space for the unexpected? Why shouldn't that feel like this? How would here look like from there, or there, or there? Every journey brings its own questions. You bring your own reply. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് പോകാം. എഞ്ചിനിലേക്ക് വരുമ്പോൾ 1200cc 4 സിലിണ്ടർ എഞ്ചിനാണ് പഞ്ചിനുള്ളത്. 87 bhp പവറും 115 Nm ടോർക്കുമാണ് പഞ്ചിന് കരുത്തു വരുന്നത്. 20 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് തന്നെയാണ് പഞ്ച് വന്നിട്ടുള്ളതെന്ന് വേണം പറയാൻ. ഹാലോജൻ പ്രൊജക്ടർ ഹെഡ്ലൈറ്റും അതിന് മുകളിലായി LED DRLും കാണാം. പിന്നെ താഴെ ഹാലോജൻ ഫോഗ് ലൈറ്റുമാണുള്ളത്. വളരെ ഉയരമുള്ള ബോണറ്റ് തന്നെയാണ് പഞ്ചിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു SUV ലുക്ക് നൽകാൻ അതിന് സാധിക്കുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ 16 ഇഞ്ചിൻ്റെ വലിയ ആരോ വീൽസും വളരെ എടുത്തു നിൽക്കുന്ന കുറേ ബോഡി ലൈൻസുമാണ് പഞ്ചിനെ സ്റ്റൈലിഷ് ആക്കുന്നത്. പിന്നെ അൾട്രോസിനും 3rd ജെൻ സ്വിഫ്റ്റിനും ഒക്കെ കണ്ടുവന്നിട്ടുള്ള അതേ വശത്താണ് റിയർ ഡോർ ഹാൻഡിലും പഞ്ചിന് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ റിയർ ടെയിൽ ലൈറ്റും ഫ്രണ്ട് ഹെഡ് ലൈറ്റും DRLും ഒക്കെ സൈഡിൽ നിന്ന് കാണുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത് എന്ന് വേണം പറയാൻ. റിയറിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പിൽ വളരെ ഭംഗിയായിട്ടാണ് ടെയിൽ ലൈറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ താഴെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള വലിയ ബമ്പറും അതിന് നടുവിലായി നമ്പർ പ്ലേറ്റും കാണാം. റിയർ ഡീഫോഗറും വൈപ്പറും പഞ്ചിന് അവൈലബിൾ ആണ്. പിന്നെ ടാറ്റയുടെ ലോഗോയ്ക്ക് അടിയിലായി റിയർ പാർക്കിംഗ് ക്യാമറയും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പഞ്ചിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ വളരെ പ്രീമിയം ഫിനിഷിലാണ് എല്ലാ ഫീച്ചേഴ്സും ക്രമീകരിച്ചിട്ടുള്ളതെന്ന് വേണം പറയാൻ. പിന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വിത്ത് കൺട്രോൾസും അതിന് പിന്നിലായി ആനലോഗ് പ്ലസ് ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും വളരെ സ്റ്റൈലിഷ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെ നടുവിലായി പൊങ്ങി നിൽക്കുന്ന 7 ഇഞ്ചിൻ്റെ വലിയ ടച്ച് സ്ക്രീനാണുള്ളത്. പിന്നെ ഒരേപോലുള്ള 4 AC വെൻറ്റും കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്രൂയിസ് കൺട്രോൾ എന്നിങ്ങനെയുള്ള എല്ലാതരം പ്രീമിയം ഫീച്ചേഴ്സും പഞ്ചിന് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ എല്ലാ വണ്ടികളിലും കണ്ടുവരുന്ന ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സൺറൂഫും പഞ്ചിന് അവൈലബിൾ ആണെന്നത് വലിയൊരു കാര്യം തന്നെയാണ്. റിയറിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ഹാൻഡ് റെസ്റ്റ് എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് മാത്രമാണ്. പിന്നെ ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ, റിയർ AC വെൻ്റ് എന്നിങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സും പഞ്ചിന് അവൈലബിൾ അല്ല എന്നത് വലിയൊരു പോരായ്മ തന്നെയാണ്. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ എല്ലാ വണ്ടികൾക്കും കണ്ടുവരുന്നത് പോലെ 60-40 സ്പ്ലിറ്റ് സീറ്റ് പഞ്ചിന് അവൈലബിൾ അല്ലെന്നത് വലിയൊരു പോരായ്മയാണ്. പകരം ഫുൾ ഫോൾഡിങ് മാത്രമാണുള്ളത്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വണ്ടി തന്നെയാണ് പഞ്ച് എന്നത്. വളരെ ഒതുങ്ങിയ 5 സ്റ്റാർ സേഫ്റ്റിയുള്ള അത്യാവശ്യം മോശമില്ലാത്തൊരു എഞ്ചിനുമുള്ള വാഹനം എന്ന് തന്നെ വേണം പഞ്ചിനെ വിശേഷിപ്പിക്കാൻ. അപ്പോൾ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്.